ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും കേട്ടല്ലോ, രാധകുട്ടിക്ക് സ്കൂൾ വിട്ട് വന്നപ്പോൾ വിശന്നിട്ട് വയ്യ. അപ്പോൾ നമ്മൾ രാധകുട്ടിക്ക് ബൂസ്റ്റ് ഷേക്ക് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ എല്ലാവരും ആയോ, നമുക്ക് നോക്കാം. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് വീട്ടിൽ തന്നെ റാഗിയും ചെറുപയറും കൂടി മുളപ്പിച്ച് പൊടിച്ച് വെക്കണം പൊടിയാട്ടാ. മുളപ്പിച്ച സംഭവങ്ങൾ കുട്ടികൾക്ക് നല്ല ഹെൽത്തിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പൊടി 1 സ്പൂണോ 1.5 സ്പൂണോ എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് കട്ട കെട്ടാണ്ട് ഇളക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള നട്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതൊന്ന് അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ വേവിക്കാനായിട്ട് വെക്കുക. അപ്പം എൻ്റെ കയ്യിൽ ബദാമും അതുപോലെ കപ്പലണ്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാൻ അത് ബദാമൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് ഈ കുറുക്കിലോട്ട് ഇടാം കേട്ടോ. അതായത് നമ്മൾ ഇപ്പം ഈ പൊടി ഉണ്ടല്ലോ, കുറുക്ക് കാച്ചിയെടുക്കില്ലേ, അതുപോലെ കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടി നട്ട്സും കൂടിയും കിടന്ന് വെന്ത് കഴിഞ്ഞാൽ അത് വേഗം നമുക്ക് അരയ്ക്കാൻ പറ്റും. അപ്പോൾ അതായത് നട്ട്സൊക്കെ ഇട്ട് നല്ല പോലെ കുറുക്കിയെടുക്കട്ടെ. ഇത് നല്ല കട്ടയായിക്കോട്ടെ കേട്ടോ. ഇതാ കണ്ട, ഇതുപോലെ ഇങ്ങനെ നല്ല കട്ടയായിട്ടാ. നമുക്ക് ഇനി ഇതിൽ പാലൊക്കെ ഒഴിച്ചിട്ട് അരയ്ക്കാനുള്ളതല്ലേ. അപ്പോൾ ഇത് മിക്സി എടുക്കുക. അതിലോട്ട് നമ്മൾ ഈ കുറുക്കി വെച്ചോക്കണം കുറുക്ക് ചേർക്കുക. ഇനി പൂവമ്പഴോ ആപ്പിളോ അങ്ങനെ എന്ത് ഫ്രൂട്ട്സ് കുട്ടികൾക്ക് ഇഷ്ടം വെച്ചാൽ അത് ഇതിലോട്ട് ചേർക്കാം കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പൂവമ്പഴമാണ് ശരിക്കും ഏറ്റവും ടേസ്റ്റ്. ഇപ്പം ഞാൻ ആപ്പിളാട്ടോ അവിടെ ചേർക്കുന്നത്. ആപ്പിളൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നല്ല തണുത്ത പാല്, ആ പാല് ഇതിലോട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറേശ്ശെ ചേർക്കുക, അല്ലെങ്കിൽ അരയ്ക്കുമ്പോൾ അത് ശരിയാവില്ല. ഇപ്പം അരച്ചെടുത്തു, അത് പാത്രത്തിലോട്ട് മാറ്റി ബാക്കി പാലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഷേക്കിലോട്ട് നമുക്ക് ബൂസ്റ്റ് ചേർക്കാം. ഇത് അരയ്ക്കുന്ന സമയത്ത് ചേർക്കാൻ വെച്ചാൽ നമ്മൾ ഒരുപാട് ബൂസ്റ്റ് എടുക്കണേ. ഇതാകുമ്പോൾ കുറച്ച് മതി നല്ലോണം കാണാനായിട്ട്. എന്താ വെച്ചത് അത്ര ഹെൽത്തി അല്ലല്ലോ ഇങ്ങനെ കൊടുക്കുന്നത് കുട്ടികൾക്ക്. വല്ലപ്പോഴും ടേസ്റ്റിന് ഓക്കെ. പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് മധുരം ചേർക്കാണ്. ശരിക്കും ഡേറ്റ്സ് ആണ് ഏറ്റവും നല്ലത്. എൻ്റെ ഡേറ്റ്സ് ഉണ്ടായിരുന്നില്ല. ഇതൊന്ന് ജസ്റ്റ് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഷേക്ക് തരെ ഇതൊരു ഗ്ലാസ്സിലോട്ട് ഇങ്ങനെ പകർത്തി ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ ഫസ്റ്റ്. അപ്പൊ ഡേറ്റ്സ് ചേർക്കാത്തതിന്റെ നല്ലൊരു കുറവ് എനിക്ക് തോന്നുന്നുണ്ട്. രാധകുട്ടിക്ക് കൊടുത്തു നോക്കാം. എന്തായാലും ആശാത്തിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അവൾ ഒറ്റ വലിക്ക് ഇത് കുടിച്ച് തീർത്തു. അവൾക്ക് നല്ല ഇഷ്ടമായിട്ടാ. അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് പറയുക. അപ്പൊ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.